പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് കേരള സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയും പിന്നണി ഗായികയുമായ പുഷ്പവതി പൊയ്പാടത്താണ്. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ അതിഥി കേരള സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയും പിന്നണി ഗായികയുമായ ശ്രീമതി പുഷ്പവതി പൊയ്പാടത്ത്. സ്വാഗതം മാഡം. നമസ്കാരം. വളരെ സംഭവബഹുലമായ ഒരു കരിയർ. കരിയറിൻ്റെ ഒടുവിൽ ഇപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷ സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. 2002 പുതുക്കോട് കൃഷ്ണമൂർത്തി എൻഡോമെൻ്റ് പുരസ്കാരം ലഭിക്കുന്നത്. ആ പുരസ്കാരം നൽകിയ സ്ഥാപനത്തിൻ്റെ ഉപാധ്യക്ഷയായിരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? അവിടെ നമുക്ക് തുടങ്ങാം. ശരിയാണ്. ഭയങ്കര അഭിമാനമല്ലേ അതൊക്കെ. നമുക്ക് ആദ്യമായിട്ട് അംഗീകാരം തന്നൊരു സ്ഥാപനം അത്. പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ സ്ഥാനത്ത് നമ്മൾ മറ്റുള്ളവർക്ക് അംഗീകാരം കൊടുക്കേണ്ട ഒരു സ്ഥാനം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ഉപാധ്യക്ഷയായിട്ട് എന്താ പറയുക, ആ സ്ഥാനം സ്വീകരിക്കുമ്പോൾ എനിക്കതിൻ്റെ വലുപ്പം എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു കാര്യമായിട്ട്. പിന്നീടാണ് പല ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി. സംഗീത രംഗത്തുള്ള അല്ലെങ്കിൽ കലാരംഗത്തുള്ള പല ആളുകളും വലിയ ആദരവോടുകൂടി വിളിക്കുകയും പിന്നെ അവരുടെ ആവശ്യങ്ങൾ എൻ്റെ അടുത്ത് പറയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവണത്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു ഉപാധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ? അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കൂടെ നിൽക്കുന്ന ആളുകൾ, അവരുടെ ഒരു സഹകരണമാണല്ലോ ഏറ്റവും പ്രധാനം. ഏകോപനമാണ് അവിടെ. അത് വേണമല്ലോ നന്നായിട്ട്. ചെയർമാൻ ശങ്കരൻകുട്ടി ചേട്ടനാണെങ്കിലും സെക്രട്ടറി കരിവള്ളൂർ മുരളി അദ്ദേഹമാണെങ്കിലും ഒക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അറിയാലോ, ഇപ്പോൾ ശങ്കരേട്ടനൊക്കെ ലോകം മുഴുവൻ സക്കീർ ഹുസൈൻ്റെ കൂടെയൊക്കെ ഈ അടുത്ത് കഴിഞ്ഞ തവണ മീറ്റിങ്ങിന് പോയപ്പോൾ പുഷ്പ ഞാൻ അമേരിക്കയിൽ പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അമേരിക്ക, ലണ്ടൻ, ഇങ്ങനെ യൂറോപ്പ് മുഴുവനും കറങ്ങി നടക്കുന്ന ഒരു കക്ഷിയാണ്. ലോക പ്രശസ്തനായ എന്താ പറയുക, വിശ്വകലാകാരനാണ് ശങ്കരേട്ടൻ. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ കൂടെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യും, എന്താ പറയുക, ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ വലിയ അഭിമാനമാണ്. കാരണം നമ്മൾ പിന്നിട്ട വഴികൾ ഒത്തിരി തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിജീവിച്ചിട്ടാണല്ലോ ആ ഒരു സ്ഥാനത്ത്. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരികയായിരുന്നു. മാഡം തന്നെ പലപ്പോഴും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പാതാളത്തിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ് എന്ന്. അപ്പോൾ അതൊരു എളുപ്പമായ വഴിയായിരുന്നില്ല, എങ്കിലും വളരെ പാതാളത്തിൽ നിന്ന് വരിക എളുപ്പമല്ലല്ലോ. അതെ, തീർച്ചയായും. അവിടെ നിന്ന് വന്ന് വിസിബിൾ ആവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അവിടെ പാട്ടിന്റെ ബലം കൊണ്ട് മാത്രം ഒരാൾ വരുന്നു. പാട്ട് ചെറുപ്പം മുതലേ കയ്യിലുണ്ടെങ്കിലും വളരെ യാദൃച്ഛികമായിട്ടാണ് അത് ശാസ്ത്രീയമായി പഠിക്കാൻ തീരുമാനിച്ചത് എന്ന് ഒന്ന് പറയാമോ? അതെ, ഞാൻ LP സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ സംഗീതം പഠിപ്പിച്ച അധ്യാപിക ദ്രൗപദി നങ്ങിയാർ എന്ന് പറഞ്ഞ ടീച്ചർ. അപ്പോൾ ടീച്ചർക്ക് എൻ്റെ പാട്ട് വളരെ എന്താ പറയുക, ഈ കുട്ടി പഠിപ്പിച്ചു കഴിഞ്ഞാൽ വേണ്ട സ്ഥലത്ത് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ പാട്ട് കേട്ടിട്ട് തോന്നി. അതായിരിക്കണമല്ലോ എന്തായാലും എന്നെ പാട്ട് പഠിപ്പിക്കുക, എൻ്റെ അടുത്ത് വന്നാൽ മതി, കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വരാവുന്നൊരു പ്രായം വന്നു കഴിഞ്ഞാൽ പാട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് ഞാൻ ഓർത്ത് വെച്ച് എന്താ പറയുക, അതൊരു മുത്തുപോലെ നമ്മൾ സൂക്ഷിച്ചു മനസ്സിൽ. എനിക്ക് തോന്നുന്നു നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഓർക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ദൈവാധീനമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചു പ്രായത്തിൽ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, പിന്നെ കുറച്ചും കൂടെ മുതിർന്നാൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ എന്നുള്ള ഒരു ഓർമ്മ ഉള്ളിലുണ്ടായിരുന്നല്ലോ. അത് നമുക്ക് ആ പാഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു 7ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തന്നെ സൈക്കിളൊക്കെ ചവിട്ടി ടീച്ചർ അടുത്ത് പോയി പാട്ട് പഠിക്കാൻ തുടങ്ങി. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു ജീവിതത്തിൽ. നമുക്ക് കിട്ടേണ്ട ഒരു ഗൈഡൻസ് ഉണ്ടല്ലോ, ആ അടിത്തറ നല്ല ഉറപ്പിച്ച് ടീച്ചർ പഠിപ്പിച്ചിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ടീച്ചറോടാ. ശാസ്ത്രീയമായ സംഗീതം അങ്ങനെ അല്ലാതെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ ഇങ്ങനെ പലപ്പോഴും ആൾക്കാർ തുടങ്ങുമെങ്കിലും പിന്നെ പലപ്പോഴും അത് ആൾക്കാർ തുടരാറില്ല. എങ്ങനെയാണത് ഗൗരവമായി പഠിക്കാം അല്ലെങ്കിൽ അതൊരു ഐച്ഛിക വിഷയമായി പഠിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത്? എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ സംഗീത കോളേജ് ഉണ്ട് എന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദ്രൻ മച്ചാട്, അയാളൊരു നാടകക്കാരനാ.
അപ്പോൾ മൂപ്പര് ഒരിക്കൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, പാലക്കാട് സംഗീത കോളേജിൽ വോക്കൽ മ്യൂസിക്, വയലിൻ, വീണ, മൃദംഗം ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പുഷ്പയ്ക്ക് അവിടെ ചേർന്നൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് അപ്ലിക്കേഷൻ ഫോം എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചപ്പോൾ മൂപ്പറുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ വഴിക്ക് എനിക്ക് ആ അപ്ലിക്കേഷൻ ഫോം കൊണ്ടുതരി. അവിടെ ചെന്നപ്പോൾ നമ്മൾ ആ മറ്റേ ശങ്കരാഭരണ സിനിമയിലെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും സാരിക ആ ഒരു ഫീലായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ ചെന്നിട്ട്. പിന്നെ നമ്മൾ കറക്റ്റ് ആ ഗ്രിഡിൽ വീഴുക എന്ന് പറയില്ലേ, ആ കറക്റ്റ് ഗ്രിഡിലാണ് ചെന്ന് എത്തിപ്പെട്ടത്. പിന്നെ കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് പഠനം നടന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് മാറി അവിടെ പഠിക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ വീട് വിട്ട് അവിടെ സ്വസ്ഥമായിട്ട് പഠിക്കാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം നമ്മൾ വീട്ടിലാവുമ്പോൾ വീടിൻ്റെ കഷ്ടപ്പാട്, ദുരിതം, വിഷമം അതിൽ പെട്ട് നമ്മൾ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആവും. കുടുംബാന്തരീക്ഷം അങ്ങനെ ആയിരുന്നു ആ സമയത്തെ. പലവിധ പ്രയാസങ്ങളിൽ കൂടി നമ്മുടെ ഫാമിലി കടന്നു പോകുമ്പോൾ അത് നമുക്ക് അതിൻ്റെ ഭാഗമാവാതിരിക്കാൻ പറ്റില്ലല്ലോ. മാനസികമായിട്ട് നമ്മളതിൽ തളർന്നു പോവും ചിലപ്പോൾ. അതിന് മാത്രമുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ വിട്ട് ആ വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി എനിക്ക് അവിടെ പഠിക്കാൻ പറ്റിയത് അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. പാട്ടിൻ്റെ തുടക്കം മുതലേ അല്ലെങ്കിൽ ഓർമ്മ വെച്ച നാൾ മുതലേ പാട്ട് കൂടെ ഉണ്ടായിരുന്നു. അത് അച്ഛൻ്റെ പാട്ടായിരുന്നു. അച്ഛൻ പാടിയിരുന്നത് ബാബുക്കയുടെ പാട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്ന് വിശദമായി പാടുക. ഇതൊരു പാട്ട് പരിപാടി കൂടിയാണ്. അപ്പോൾ ഇഷ്ടമുള്ളൊരു പാട്ട് പറയുകയും കൂടി വേണം. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ഈ ഗാനം എഴുതിയത് യൂസഫലി കേച്ചേരിയാണ്, സംഗീതം ബാബുക്ക, പാടിയത് പി ജയചന്ദ്രൻ. അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. നമ്മൾ ഈ പാട്ടിന് മുന്നേ അച്ഛനെക്കുറിച്ചും അച്ഛൻ്റെ ബാബുരാജ് പാട്ടുകളെക്കുറിച്ചുള്ള ഇഷ്ടത്തിനെക്കുറിച്ച് പറഞ്ഞു. കർണാടക സംഗീതം 7 വർഷം പഠിച്ചു. കേരളത്തിൽ തന്നെ ആ വർഷത്തെ റിസൾട്ടിൽ 1ാം സ്ഥാനത്തോടെ പാസ്സായി. കർണാടക സംഗീതത്തിൽ അത്രയും അറിവുണ്ടായിരുന്നിട്ടും പക്ഷേ മാഡത്തിൻ്റെ പാട്ടുകളിൽ കൂടുതലും ഒരു ഗസൽ സ്വഭാവമോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സ്വഭാവമുള്ള രീതിയാണ്, സംഗീത രീതിയാണ് തുടരുന്നത്. അതിൽ ബാബുരാജ് സ്വാധീനമാണോ അതോ അച്ഛൻ്റെ സ്വാധീനമാണോ? യഥാർത്ഥത്തിൽ ബാബുക്കയുടെ പാട്ടിൻ്റെ സ്വാധീനം ഉണ്ടാവുമായിരിക്കും. എന്തോ നമ്മൾ ചെറുപ്പത്തിൽ അച്ഛൻ പാടി കേട്ടിട്ടുള്ള അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഞാൻ ഹിന്ദുസ്ഥാനി ഗസൽസ് നിറയെ കേൾക്കുമായിരുന്നു. ഗസൽ മാത്രമല്ല, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ നിറയെ കേൾക്കും. കർണാട്ടിക് മ്യൂസിക്കാണ് പഠിക്കണമെങ്കിലും ഹിന്ദുസ്ഥാനിയാണ് കൂടുതൽ കേൾക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ അറിയാതെ അഡാപ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ആയിരിക്കണം അങ്ങനെ വന്നത്. കോളേജ് പഠിക്കുമ്പോൾ നമ്മൾ ലെസൺ പാടുമ്പോഴൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. പിന്നീട് കോളേജ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടേതായിട്ടുള്ള ഒരു സംഗീത വഴിയിൽ കൂടെ അങ്ങനെ ഉള്ള ഒരു സഞ്ചാരം ഉണ്ടല്ലോ. അപ്പോൾ അറിയാതെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് എന്തൊക്കെയാണോ അത് തീർച്ചയായിട്ടും നമ്മുടെ മ്യൂസിക്കിലും പ്രതിഫലിക്കുന്നതാണ്. ആ സമയത്ത് കേൾവി കൂടുതൽ ഹിന്ദുസ്ഥാനിയാണ് നിറയെ കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കണം. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പോക്കറ്റ് മണിക്കായിട്ട് അല്ലെങ്കിൽ അന്നത്തെ ചെലവുകൾ നേടുന്നതിന് വേണ്ടി തന്നെ ട്യൂഷനുകളൊക്കെ എടുത്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെ, നിറയെ ട്യൂഷൻസ്. ഞാൻ പാലക്കാട് പഠിക്കുമ്പോൾ തന്നെ മങ്ങാട് നടേശൻ മാഷ് അടുത്ത് പ്രൈവറ്റായിട്ട് പഠിച്ചിരുന്നു. പക്ഷെ ഇതിനൊക്കെ നമ്മൾ പണം കണ്ടെത്തണം. എനിക്ക് നമ്മളെ കുറേം കൂടെ നന്നാക്കണം എന്നുള്ളൊരു ഇതാണല്ലോ, ആഗ്രഹം കൊണ്ടാണല്ലോ. അപ്പോൾ അദ്ദേഹം തൃശ്ശൂരാണുള്ളത്. അപ്പോൾ അവിടെ വന്ന് പഠിക്കണം, തിരിച്ച് അങ്ങോട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ച് പാലക്കാട്ടേക്ക് പോകണം. ഇതിനെല്ലാം ചക്രം ഉണ്ടെങ്കിലല്ലേ തിരിയുള്ളൂ. അപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ചാൽ കുറേ ദൂരം, അതായത് കൊടുങ്ങല്ലൂർ അടുത്ത് ചന്ദ്രാപ്പിനി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട്. അവിടെ ഒരു 36 കുട്ടികളെ പഠിപ്പിച്ച് കിട്ടുന്ന പണം കൊണ്ടാണ് എൻ്റെ ആ ഗാനപ്രവീണയൊക്കെ പഠിച്ചത്. സാറിന് ഫീസ് കൊടുത്തതും ഒക്കെ. അത് ആ കഠിനാധ്വാനം
കേരളത്തിലെ തന്നെ 1ാം സ്ഥാനക്കാരിയായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു, തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവണത് നമ്മളെ വളർത്തുകയായിരുന്നു സാഹചര്യം എന്നുള്ളത്. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളതിനെ അതിജീവിക്കുമ്പോഴാണല്ലോ നമ്മൾ വളരണത്. അത് ശരിക്കും ഞാൻ ആ സമയത്തൊക്കെ വിചാരിച്ചിരുന്നു, ദൈവമേ എനിക്ക് മാത്രം എന്താ ഇത്രയും കടുത്ത പ്രയാസങ്ങൾ തന്നതെന്ന് വിചാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് 50 ഇയേഴ്സാണ്, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതെല്ലാം തന്നെ നമ്മളെ വളർത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. പലരും അതിൽ ഇടറി വീഴും, തളർന്നു വീഴും അല്ലേ. എന്തോ ഈശ്വരാധീനം കൊണ്ട്, ദൈവത്തിലുള്ള ഒരു ഉറച്ച വിശ്വാസം കൊണ്ടായിരിക്കണം. അത് യഥാർത്ഥത്തിൽ വിശ്വാസം നമുക്കൊരു വീണ് പോകാതിരിക്കാനുള്ളൊരു പിടി വള്ളിയാണ്. ആ ഒരു പിടി കയ്യിലുള്ളത് കൊണ്ടാണ് ഇതൊക്കെ മറികടക്കാൻ പറ്റിയത്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം ഒരു പാട്ട് കേട്ടിട്ട്. ഏത് പാട്ടായിരിക്കും പറയാ? ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിൽ ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയിട്ടുള്ള നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഗംഭീരമായിട്ടുള്ളൊരു പാട്ടാണ്. എൻ്റെ അച്ഛൻ ദിവസം എന്ന് പറഞ്ഞ പോലെ പാടി കേട്ടിട്ടുള്ളൊരു പാട്ടാണ്. രണ്ടുപേരും മൂളി കേട്ടിട്ട് നമുക്ക് കേൾക്കാം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്നെൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നെൻ ജീവമേഘം. പൊതുവേ ഇവിടെ വിശ്വാസത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു മതബോധവുമായി നമ്മൾ കൂട്ടി ചേർക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ മാഡത്തിൻ്റെ ശ്രമങ്ങളിലെല്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതരം പാട്ട് ശ്രമം തന്നെ നടത്തുന്നുണ്ട്. ഇപ്പോൾ കബീറിൻ്റെ ദോഹകൾ പാടുന്നു, ഗുരുവിൻ്റെ ഉദ്ബോധനങ്ങൾ പാടുന്നു, പൊയ്കയിലപ്പച്ചൻ്റെ വരികൾ പാടുന്നു. ഈ വരികളെല്ലാം തീർച്ചയായും വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഊർജ്ജം നൽകുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ഇത്രയും സംഗീതാത്മകമായിരുന്നു എന്നെനിക്ക് പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വരികളിലെ സംഗീതം തേടിയെടുക്കാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിലെ ദർശനങ്ങളാണ് നമ്മളെയൊക്കെ അതിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. അത് ഒട്ടും റിലീജിയസ് അല്ല യഥാർത്ഥത്തിൽ. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു പരമമായ ഒരു സത്യം മാത്രമാണ്. ആ സത്യത്തെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്യണത്. ഇപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞില്ലേ, ശരിക്കും ഭക്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു 99% മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള രീതിയിലാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ വിത്ത് വിതച്ചിട്ടുള്ളത് എൻ്റെ കുടുംബമാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് അച്ഛൻ ശബരിമലയ്ക്ക് പോവും. അപ്പോൾ 41 ദിവസം വ്രതം എടുക്കും, പുലർച്ചെ എണീറ്റ് കുളിക്കും, വിളക്ക് വയ്ക്കും, അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തിരുന്നു. അതായിരിക്കും എൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു വിത്ത് ഇട്ടിട്ടുണ്ടാവുക. പിന്നീട് നമ്മൾ വളർന്നു. നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയണത് എന്താ പറയുക, ഈശ്വരൻ അമ്പലത്തിലോ പള്ളിയിലോ കൈലാസത്തിലോ ഒന്നുമല്ല, ശ്വാസങ്ങളുടെ ശ്വാസമാണ് ഈശ്വരൻ, തിരയേണ്ടതില്ല എവിടെ എന്ന് കബീർ പാടുന്നുണ്ടല്ലോ. എനിക്ക് ആ വഴിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ, ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ അറിയുമ്പോൾ ഒരു വെളിച്ചം, പുതിയൊരു വെളിച്ചം ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട്. അതിന്ന് നമ്മൾ ഒരു അനുഭൂതിയിലേക്ക് എത്തുന്നുണ്ട്. എത്ര പ്യുവറാണ് ആ ഒരു സങ്കല്പം എന്നുള്ളത്. ഈശ്വരനെ യാതൊരു തരത്തിലുള്ള ഒരു കെട്ടുപാടുകളും ഇല്ല എന്നുള്ളത്. നമ്മളൊക്കെ അതിനെ കെട്ടിയിടുകയാണ് പലതരത്തിൽ. എന്താ പറയുക, അടഞ്ഞ അന്തരീക്ഷത്തിലേക്ക് അടച്ചു വെക്കുകയാണ് ഈശ്വരനെ. ഈശ്വരൻ അതല്ല. നമുക്ക് ശ്വാസം ഇല്ലെങ്കിൽ പോയി കാര്യം. ഇപ്പോൾ ശ്വാസങ്ങളുടെ ശ്വാസമാണ്. നമുക്ക് നമ്മളോട് തന്നെയുള്ളൊരു ശ്രദ്ധയും കൂടിയാണല്ലോ ഭക്തി എന്ന് പറയണത്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദൈവസങ്കല്പങ്ങളിൽ നമ്മൾ ഇപ്പോൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ അവയിലൊക്കെ പോകണത്. നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ടാണ്. ഇപ്പം ഞാനും പോകാറുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടാനും, പലപ്പോഴും നമ്മൾ ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ കുറച്ചൊരു സമാധാനം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പോണത്. കബീർ ദോഹ 2 വരി. അപരിചിതനല്ലോ ജഗദീശ്വരൻ, ഈ ജഗത്തിൻ ഈശ്വരൻ നിങ്ങൾക്കപരിചിതൻ. അലറി വിളിക്കുവതെന്തിന് നിങ്ങൾ, അലറി വിളിക്കുവതെന്തിന്, ബധിരനോ പ്രഭു പ്രപഞ്ചനാഥൻ
അപരിചിതനല്ലോ ജഗദീശ്വരൻ. കാതോർക്കുമെൻ പ്രഭു വെറുമൊരു പുഴുവിൻ്റെ ചെറിയൊരു പദചലനത്തിന് പോലും അപരിചിതനല്ലോ ജഗദീശ്വരൻ. ഈ ജഗത്തിൻ ഈശ്വരൻ നിങ്ങൾക്ക് പരിചിതൻ. ഹിന്ദിയിൽ അല്ലെങ്കിൽ ഒരു അന്യഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ഇങ്ങനെ എടുത്തു വരുമ്പോൾ അതിന് അത്രയും സംഗീതാത്മകമായി എങ്ങനെയാണത് ചിട്ടപ്പെടുത്തി എടുക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത് ഭയങ്കര ഒരു ടാസ്ക് തന്നെ ആയിരുന്നു. കാരണം അലറി വിളിക്കുക ഇതിനെ എങ്ങനെ മ്യൂസിക്കിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളൊരു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്ത ഗാനം ആ ഗാന 9-10 പാട്ടുകളോ അന്ന് ചെയ്തിട്ടുണ്ട് കബീറിൻ്റെ. അതിൽ ഈ അലറി വിളിക്കുവതെന്തിന് നിങ്ങൾ ബധിരനോ പ്രഭു, ഇത് മ്യൂസിക്കലി അലറി വിളിക്കുക എന്നുള്ള വാക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളത് ആലോചിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് എന്തോ പെട്ടെന്ന് അതിൽ സംഗീതം വന്നിട്ടുണ്ട്. അതങ്ങനെ സ്വാഭാവികമായി അത് അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങ് സംഭവിച്ചു പോയതാണത്. നമ്മൾ രണ്ടുപേരും കഴിഞ്ഞൊരു തവണ സംസാരിക്കുമ്പോൾ വലിയൊരു ആഗ്രഹമായി പറഞ്ഞത് ഗുരുവിൻ്റെ ഉദ്ബോധന രചനകളെ സംഗീതാത്മകമായി അവതരിപ്പിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് നമ്മളന്ന് പിരിഞ്ഞത്. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലാണ്. ആ ഒരു യാത്ര എന്ന് പറയാം. ഗുരുവിനെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കബീറിന് ശേഷം എന്തുകൊണ്ടോ കുറച്ചു കാലം ഒരു ഗ്യാപ്പ് ഉണ്ടായി. ഞാൻ ഗൾഫിലൊക്കെ പോയി കുട്ടികളെ പഠിപ്പിക്കാൻ അവിടെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എത്തിപ്പെട്ടത് ഗുരുവിൻ്റെ വഴിയിലാണ്. ഇത്തരത്തിലുള്ള ഈ ആത്മീയ വഴിയിൽ എന്തുകൊണ്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു താല്പര്യമാണ് അതൊക്കെ. അതെങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ഓരോ മനുഷ്യരും ഓരോ കുഞ്ഞുങ്ങളും പിറന്നു വീണത് ഓരോ ആന്തരിക സ്വഭാവമായിട്ടാണ്. മേ ബി ദൈവം എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആന്തരിക സ്വഭാവം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടാവും, അങ്ങനെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ടാവും. സംഗീതം വളരെ ആത്മീയമായിട്ട് തന്നെ. അതോടുകൂടി തന്നെ ഗുരുവിൻ്റെ കൃതികളെ കുറിച്ച് അറിയാലോ, എല്ലാം വളരെ ദാർശനികമാണ്, ചുറ്റുപാടിലേക്ക് വെളിച്ചം പകരുന്നതാണ്. നാരായണ ഗുരുവിൻ്റെ ഭദ്രകാളി അഷ്ടകം. ശ്രീമച്ഛങ്കര പാണിപല്ലവകിരല്ലോലംബമാലോലസന്മാലോലകലാപകാളകപരീഭാരാവലീഭാസുരീ കാരുണ്യാമൃതവാരിരാശിലഹരി പീയൂഷവർഷാവലീം ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളിം ഭജേ. ഹേലാദാരിദാരികാസുരശിരഃ ശ്രീവീരബാണോന്മദശ്രേണീ ശോണിത ശോണിമാധരപുടീം വീടീരസസ്വാദിനീം പാടീരാതിസുഗന്ധി ചൂചുകതടീം ചാടീകുടീരസ്തനീം ഘോടീ വൃന്ദസമാനധാടീയുധീം ശ്രീഭദ്രകാളിം ഭജേ. ബാലാർക്കായുധകോടിഭാസുരകിരീടാമുക്തമുഗ്ധാളകശ്രേണീ നിന്ദിതവാസികാമരുസരോജ കാഞ്ചലോരുശ്രിയം വീണാവാദന കൗശലാശയശയശ്രാനന്ദസന്തായിനീമംബാമംബുജലോചനം അനുദിനം ശ്രീഭദ്രകാളിം ഭജേ. മാതംഗശ്രുതിഭൂഷിണീ മധുധരീ വാണീ സുധാമോഷിണീ ഭ്രൂവിക്ഷേപകടാക്ഷവീക്ഷണ വിസർഗക്ഷേമ സംഹാരിണീ മാതംഗീ മഹിഷാസുര പ്രമഥിനീ മാധുര്യധുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജപുടീ ശ്രീഭദ്രകാളിം ഭജേ. മാതംഗാനന ബാഹുലേയ ജനനീ മാതംഗ സംഗാമിനി ചേതോഹാരിതനുച്ഛവീം ശബരികാ ചക്ഷുക്ഷ്മതീം അംബികാം ജൃംഭത്പ്രൗഢന സുംഭ സുംഭമദിനീം അംഭോജ ഭൂപൂജിതാം സമ്പത് സന്തതിദായിനീം ഹൃദി സദാ ശ്രീഭദ്രകാളിം ഭജേ. ആനന്ദൈകതരംഗിണീം അമലഹൃന്നാളീകഹംസീമണീം പീനോത്തുംഗഘനസ്തനാം ഘനലസത്പാടീര പങ്കോജ്വലാം
ക്ഷൗമവീതനിതംബ ബിംബരശനാസ്യുതക്കൊണത്കിങ്കിണീം ഏണാംഗാംബുജഭാസുരാസ്യനയനാം ശ്രീഭദ്രകാളിം ഭജേ. കാളാംബോധകളായ കോമളതനുച്ഛായാശിതീഭൂതിമത് സംഖ്യാനാന്തരിതസ്തനാന്തരലസന്മാലാകിലൻ മൗതികാം നാഭികൂപസരോജകാന്തിവിലസച്ഛാദോദരീം ശാശ്വതീം ദൂരീകുർവൈ ദേവി ഘോരദുരിതം ശ്രീഭദ്രകാളിം ഭജേ. ആത്മീയസ്തന കുംഭകുങ്കുമരജപ്പങ്കാരുണാലങ്കൃത ശ്രീകണ്ഠൗരസഭൂരിഭൂതിം അമരികോടീരഹീരായിതാം വീണാപാണി സനന്ദ നന്ദിതപദാം ഏണീ വിശാലേക്ഷണാം വേണീ ഹ്രീണിത കാളമേഘപടലീം ശ്രീഭദ്രകാളിം ഭജേ. ശ്രീഭദ്രകാളിം ഭജേ. ശ്രീഭദ്രകാളിം ഭജേ. അപ്പോൾ അതിലേക്ക് എന്തുകൊണ്ടാണ് എനിക്കൊരു താല്പര്യം അറിയാതെ തന്നെ വന്ന്, അതുകൊണ്ടാണ് കബീറിൻ്റെ ഗാനങ്ങൾ ചെയ്ത് ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെയുള്ള മറ്റൊരു ആളുടെ കൃതികളെടുത്ത് പാടാൻ തോന്നണതേ. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ റീൽസിൽ കാണുന്നത് സദാചാരത്തിന് നല്ലതല്ല ഒരുവൻ ചെയ്ത് നല്ല കാര്യം മറപ്പത്. അത് ഗുരുവിൻ്റെ കൃതികൾ പൊതുവെ വേറൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വഴി കൂടെയാണ് പൊതുവെ പാടി കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ വഴിയൊന്നും താല്പര്യമില്ല. ഞാൻ എൻ്റെ ഒരു സംഗീതത്തിൻ്റെ രീതിയിൽ ഒരു ശൈലിയിൽ ഞാനതങ്ങ് പാടുന്നതാണ്. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുക അതുത്തമം. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചു, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. അതിനുമുമ്പ് ഒരു പാട്ട്. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഈ പാട്ടിന് മുന്നേ നമ്മൾ സോഷ്യൽ മീഡിയയെക്കുറിച്ചാണ് ഒന്ന് സൂചിപ്പിച്ചത്. ഒരുപക്ഷെ എപ്പോഴോ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്ക് കണ്ടെടുത്ത ഗായികയാണ്, അത്തരത്തിലെന്തോ കുറിച്ച് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു വിസിബിലിറ്റി, അതായത് ഇപ്പോൾ ചെമ്പാവിൻ പുന്നലൻ ചോറ പോലത്തെ വളരെ ഹിറ്റ് പാട്ട്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഹാലാകെ മാറുന്നു എന്ന് പറയുന്ന ഇന്ത്യ മുഴുവൻ കൊണ്ടാടിയ ഒരു പാട്ടാണ്. കാരണം പല റിയാക്ഷൻ വീഡിയോസിലും അതിനകത്ത് പുറത്തുള്ള ആൾക്കാർ, ഈവൻ 24 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് പാട്ടുകളുടെ റിയാക്ഷൻ കൊടുക്കുന്ന ചാനൽസിൽ പോലും അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ വന്ന ഒരു പാട്ടാണ്. അപ്പോൾ അത്രയും പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പുഷ്പവതി സോഷ്യൽ മീഡിയ കണ്ടെടുക്കുന്ന ഒരു ഗായികയാവുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, പൊതുവെ 1-2 ഹിറ്റ് പാട്ട് പാടുമ്പോഴേക്കും ജഡ്ജിങ് പാനലിലേക്ക് അടക്കം വരുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന മുഖം എന്ന് പറയുന്നത് വേറൊരു എന്താ പറയുക, അതിനൊരു സവർണ താല്പര്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ അവിടെയൊന്നും എൻ്റെ മുഖം ആക്റ്റല്ല എന്ന് തോന്നുന്നുണ്ടാകാം. ഇപ്പോൾ ഒരു ദ്രാവിഡ ചാനൽ ഉണ്ടായിരുന്നു വെച്ചാൽ ചിലപ്പോൾ എനിക്ക് അവസരം ഉണ്ടാകുമായിരിക്കും, ഒരു വിസിബിലിറ്റി കിട്ടുമായിരിക്കും തോന്നുക. അതല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ വിമർശനാത്മകമായിട്ടാണ് ഞാനത് ഉന്നയിക്കുന്നത്. എത്രയോ ബമ്പർ ഹിറ്റ് പാട്ടുകൾ എൻ്റെ വിക്കിപീഡിയ പേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാടിയിട്ടുള്ള പാട്ടുകളുടെ ലിസ്റ്റ് അതിലുണ്ടാവും. ഒരു വിധമൊക്കെ ഉണ്ട് അതിൽ. അതിലില്ലാത്ത കുറേ പാട്ടുകളും ഞാൻ പാടിയിട്ടുണ്ട്. വെച്ചാൽ അതിലൊന്നും പേര് വന്നിട്ടില്ല. അങ്ങനെയുണ്ട്. അറിയപ്പെടുന്ന ഒത്തിരി പാട്ടുകൾ ആ ഒരു റേഞ്ചിൽ തന്നെ പാടിയിട്ടുണ്ട്. ഇപ്പം നോറത്തെ ഈ ഐറ്റം ഡാൻസ് ചെയ്ത കായംകുളം കൊച്ചുണ്ണിയിലെ പാട്ടുകൊണ്ട് പിന്നെ എത്രയോ ഹിറ്റായ പാട്ടാണ് അതൊക്കെ. പക്ഷെ കായംകുളം കൊച്ചുണ്ണിയിലത്തെ പാട്ട് ഹിറ്റായപ്പോഴും ഒക്കെ ഞാൻ വിചാരിച്ചു നമ്മൾ കൂടുതൽ വിസിബിൾ ആകും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാനതിനെ മറികടക്കുന്നത് സോഷ്യൽ മീഡിയ വളരെ ശക്തമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ലോകം മാറിയപ്പോൾ, പ്രത്യേകിച്ച് അത് കൂടുതൽ വിസിബിൾ ആവാൻ കാരണം തന്നെ കോവിഡ് ടൈമിൽ ഒരു നല്ല കോഴ്സിന് വേണ്ടിയിട്ടാണ്. ആളുകളെല്ലാം വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു ആ സമയം. എല്ലാവരും അടച്ചിടപ്പെട്ട ഒരു അവസ്ഥ. പുറത്തേക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല, പുറത്തു പോകാൻ പറ്റില്ല. എല്ലാവരും മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും നിരന്തരം പാട്ടുകൾ പാടി FBയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആളുകൾ ഇതിങ്ങനെ നിറയെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മനുഷ്യരെന്നെ
മനുഷ്യന് മരണത്തിന്റെ മുഖാമുഖം കാണുമ്പോഴേ നമ്മളെയൊക്കെ ആലോചിക്കുള്ളൂ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്ക്. അല്ല, അതൊരു കലാകാരന് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ അവർക്ക് ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് ചെയ്തത്. ആ ഒരു നല്ലൊരു പ്രവൃത്തി കൊണ്ട് കുറെ വിസിബിൾ ആകാൻ പറ്റി. അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഒരു ഗായിക ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഇന്ന പാട്ടുകളൊക്കെ ഞാനാണ് പാടിയത് എന്നുള്ളത് പോലും മനുഷ്യർ കുറച്ചെങ്കിലും അറിയാൻ തുടങ്ങിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം, അതുപോലെ തന്നെ ക്ലബ് ഹൗസുകളും ഈ പറഞ്ഞ കോവിഡ് കാലത്ത് കുറച്ച് വളരെ സജീവമായിരുന്നു. വളരെ ഗൗരവമായ സംഗീത ചർച്ചകളിൽ പങ്കെടുക്കുകയും ഒരിക്കൽ ചിന്മയി അതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇൻസ്റ്റയിൽ എഴുതുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നു ചിന്മയായിട്ടുള്ള ഒരു ആ സംഭാഷണം ഒന്നും പറയാം? ചിന്മയി നമ്മുടെ ആ ഗ്രൂപ്പിന്റെ ഒരു മികവുണ്ട് കേട്ടോ. ചിന്മയി മാത്രമല്ല, ചിന്മയെ കൂടാതെ വളരെ പ്രഗത്ഭരായിട്ടുള്ള നല്ല പാട്ടുകാരൊക്കെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ ഗ്രൂപ്പില് എൻ്റെ ഓൺ കോമ്പോസിഷൻസ് നിറയെ പാടാനുള്ളൊരു ഇതുണ്ടായിരുന്നു. എല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു. കാരണം എത്രയോ ദിവസങ്ങളോളം നീണ്ടു നിന്നിട്ടുള്ള നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് പരിപാടി ഓരോ ദിവസവും എനിക്ക് എൻ്റേതായിട്ടുള്ള പാട്ടുകൾ അവതരിപ്പിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഇവർക്കെല്ലാം വളരെ ആദരവ് തോന്നിയിട്ടുണ്ട് നമ്മൾ എൻ്റെ അടുത്ത്. കുറിപ്പിൽ വളരെ വ്യക്തവുമാണ്. അങ്ങനെ ഇത് നല്ല ഒരു പ്രശസ്തിയിലേക്ക് മാറി. ആ ഗ്രൂപ്പിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒന്ന് നമ്മുടെ അരുന്ധതി ടീച്ചറുടെ മോള്, പിന്നെ അയാളുടെ സഹോദരൻ ഉണ്ടായിരുന്നു ശ്രീകാന്ത്, പിന്നെ ഇഷാൻ ഉണ്ടായിരുന്നു. ഇഷാൻ സ്ഥിരം ഉണ്ടാക്കാറുണ്ട്. പിന്നെ സംഗീത സംവിധായകരുണ്ടാവാറുണ്ടായിരുന്നു. അനിൽ രാധാകൃഷ്ണൻ ചേട്ടൻ, മൂപ്പര അതിലെ ഹെഡായിരുന്നു, ഹെഡ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ. ഞങ്ങളുടെ എല്ലാവരുടെയും ചേട്ടനായിട്ട് മൂപ്പരായിരുന്നു. മൂപ്പരാണ് കേൾക്കാൻ വേണ്ടി ഞാനും വരുമായിരുന്നു. അതല്ലേ, ശരി. അനിലേട്ടൻ്റെ ഒരു ഗൈഡൻസിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത് ഗ്രൂപ്പൊക്കെ. ജിതേഷ് എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ എനിക്ക് തോന്നുന്നു മൂപ്പര ദേശീയ അവാർഡ് നിർണയ കമ്മിറ്റിയിലൊക്കെ ഉള്ള കക്ഷിയാണ്. മൂപ്പരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേര് അതിൽ പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെയാണ് ചിന്മയി അതിൽ വന്ന് പെടുന്നത്. ചിന്മയി അന്ന് പാട്ട് കേട്ടിട്ടാണ് കമന്റ് ഇട്ടത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ ഓർമ്മയിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. 2023 എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ് വിഷ്ണു വിജയുടെ സംഗീതത്തിൽ മുഹസിൻ പെരാരി വരികൾ എഴുതിയ ഒരു പാട്ട് പാടാനുള്ളൊരു ഭാഗ്യം. അത് ഭയങ്കര ടഫായിരുന്നു അത് പാടാൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയോ പാട്ടുകൾ പാടിയിരിക്കുന്നു, പക്ഷേ ഈയൊരു പാട്ട് പാടിയെടുക്കാൻ പെട്ടൊരു പാട് എളുപ്പമായിരുന്നില്ല. അത്രയധികം വരികൾ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയല്ലേ, നമുക്കത് ശ്വാസം വിടാൻ സമയമില്ലാത്ത പോലത്തെ ഒരു ഗാനം. അത് പക്ഷേ ഇത്രയും ഹിറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആളുകൾ ഒത്തിരി, പ്രത്യേകിച്ച് മലബാറികളായിട്ടുള്ള ആളുകൾ അത് ഒരു വലിയ ഒരു ചലഞ്ചായിട്ട് എടുത്തുകൊണ്ട് റീൽസിൽ നിറയെ പാടിയിട്ട് അങ്ങനെയാണ് അത് ഹിറ്റായത്. പടയാളികളായിരമായിരമായി സമരോത്സുകരായി പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയാ, പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമാ, പല പാമരമാനോ മാനസ സങ്കട സംഗതിയാ, ചിന്തപ്പൂന്തോട്ടത്തെ ചന്തത്തിന്നാളെ ശങ്കപ്പൂമ്പാറ്റെ തെന്നിപ്പാറല്ലേ നിൻ ചിറകടി സിൽസിലയാലേ മധുപൊടിയട പരിമലരാകെ പൂമ്പൊടി തരി ചിന്തണ് പൂങ്കവിൾ ചോക്കണ് പൂതികളായിരം പൂവിതളാകണ് പൂത്ത് നിക്കണ് പാട്ടുപാടണ് മോഹത്തോടെ തന്മനതിലെ മണിയറയാകെ നിറമലരണി വർണ്ണനയാലെ സുപ്രിയരസപദനെ സരിഗമപദരസരഥപദലുലകമേ അത് മോടി സുപർക്കത്തിങ്കലെത്തിപ്പെട്ടയത്തേമിനാളെ ഹാലേതാ ഹാലേ നിന്നെ കണ്ടാലാകെ ഹാലാകെ മാറുന്നേ മധുരക്കിനാവിൻ്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമള ഗാത്രേ. ആകാശവാണി ഓഡിഷൻ്റെ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്. 99 തോന്നുന്നു അല്ലേ? 99 തൃശ്ശൂരിൽ നിന്നാണ് കർണാടക സംഗീതത്തില്. ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഓഡിഷൻ ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ കൊടുത്തു. ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം പല അധ്യാപകരടക്കം അത് കിട്ടാതെ പല തവണ അറ്റൻഡ് ചെയ്തിട്ട് പരാജയപ്പെട്ട ആളുകളുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മളൊക്കെ. പക്ഷേ എന്തുകൊണ്ടോ ഭാഗ്യം, അന്ന് എനിക്ക് കർണാടക സംഗീതത്തിൽ B ഗ്രേഡ് കിട്ടി. പിന്നീട് 2005 ഗൾഫിലേക്ക് പോയപ്പോൾ പിന്നെ തുടരാതെ വന്നു അല്ലേ? അതെ അതെ, ഖത്തറിലേക്ക് പോയി അവിടെ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യും. തിരിച്ച് 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്തായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ട ഒരു ഗ്രേഡാണ് കർണാടക സംഗീതത്തിലെ ആ ഒരു ഗ്രേഡ്. അപ്പോൾ ആ സബരി ആകാശവാണിയായിട്ടുള്ള ആ ഒരു തുടർന്നുള്ള യാത്ര നമുക്ക് ഇനിയും തുടരാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പാട്ടും കൂടി, അവസാനത്തെ ഒരു പാട്ട് ഏത് പാട്ടായിരിക്കും? ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ
നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ മുളകാര ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ തനതിന്ത 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 താനാതിന്ത താനാതിന്തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ. ഈ പാട്ട് ഞാനാണ് പാടിയതെന്ന് ഞാൻ തന്നെ പലപ്പോഴും വിളിച്ചു പറയേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, മലയാളികൾ മൊത്തം ഏറ്റെടുത്ത പാട്ടാണ്. മലയാളികൾക്ക് ഒരു പക്ഷേ ഫുഡിനോടുള്ളൊരു താല്പര്യം കൂടി കൂട്ടുണ്ടാവാം. മലയാളികൾ ഭയങ്കര കൊതിയുള്ള ആളുകളാണ്. ഈ പാട്ട് പാടിയ ഗായികയാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തുടർന്ന് വരാം. വളരെ സംഗീതാത്മകമായ ആത്മീയമായ ഒരുപാട് ഉണർവുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും അത് സംഗീതത്തിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയും വളരെ സമ്പന്നമായ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കേരള സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ ശ്രീമതി പുഷ്പവതി പൊയ്പ്പാടത്തിന് വളരെ നന്ദി. സന്തോഷം. നിങ്ങളെ കൂടെ കുറച്ച് സമയമെങ്കിലും ചെലവഴിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. കേരള സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയും പിന്നണി ഗായികയുമായ പുഷ്പവതി പൊയ്പ്പാടത്ത് അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.